ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. 3ാം തവണയും ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ വനിത ആരാണ്? സുനിത വില്യംസ്. 3ാം തവണയും ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ വനിത സുനിത വില്യംസ് ആണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 3ാം തവണ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം ഏതാണ്? 2024 ജൂൺ 9. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 3ാം തവണയും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം 2024 ജൂൺ 9 ആണ്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 295 സീറ്റുകളുമായി അധികാരം നിലനിർത്തിയ മുന്നണി ഏതാണ്? NDA. NDAയുടെ പൂർണ്ണരൂപം ദേശീയ ജനാധിപത്യ സഖ്യം എന്നാണ്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 295 സീറ്റുകളുമായി അധികാരം നിലനിർത്തിയ മുന്നണി NDA അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യമാണ്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 240 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 240 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ രാഷ്ട്രീയ പാർട്ടി BJP അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് എത്രയാണ്? 6.5%. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് 6.5%. ഒഡീഷ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി അധികാരം നേടിയ രാഷ്ട്രീയ കക്ഷി ഏതാണ്? BJP. ഒഡീഷ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി അധികാരം നേടിയ രാഷ്ട്രീയ കക്ഷി BJP ആണ്. സിക്കിം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച നേടിയ രാഷ്ട്രീയ കക്ഷി ഏതാണ്? സിക്കിം ക്രാന്തികാരി മോർച്ച. സിക്കിം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച നേടിയ രാഷ്ട്രീയ കക്ഷി സിക്കിം ക്രാന്തികാരി മോർച്ചയാണ്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. വയനാട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച രാഹുൽ ഗാന്ധിയാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാ അംഗം ആയതിനുള്ള റെക്കോർഡ് നേടിയ വ്യക്തി ആരാണ്? കൊടിക്കുന്നിൽ സുരേഷ്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാ അംഗം ആയതിനുള്ള റെക്കോർഡ് നേടിയ വ്യക്തി മാവേലിക്കര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷ് ആണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച മണ്ഡലം ഏതാണ്? തൃശൂർ. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച മണ്ഡലം തൃശൂരാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ പോളണ്ട് താരം ആരാണ്? ഇഗ സ്വാംതെക്. 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ പോളണ്ട് താരം ഇഗ സ്വാംതെക് ആണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ സ്പെയിൻ താരം ആരാണ്? കാർലോസ് അൽക്കാരസ്. 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ സ്പെയിൻ താരം കാർലോസ് അൽക്കാരസ് ആണ്. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? ഇറ്റലി. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇറ്റലിയാണ്. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കരസ്ഥമാക്കിയ മലയാളി വനിത ആരാണ്? അനാമിക B. രാജീവ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കരസ്ഥമാക്കിയ മലയാളി വനിത അനാമിക B. രാജീവ് ആണ്. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ക്ലൗഡിയ ഷെയ്ൻബോം. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോം ആണ്. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതാണ്? മേരി സഹേലി. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി.
തെലങ്കാനയുടെ സംസ്ഥാന ഗാനം ഏതാണ്? ജയ ജയ ഹേ തെലങ്കാന. തെലങ്കാനയുടെ സംസ്ഥാന ഗാനം ജയ ജയ ഹേ തെലങ്കാനയാണ്. വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്ത് പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? ഇമ്മാനുവൽ സൗബേരൻ. വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ഇമ്മാനുവൽ സൗബേരനാണ്. 2024 ഫോർമുല 1 മൊണോക്കോ ഗ്രാൻഡ് പ്രി ജേതാവ് ആരാണ്? ചാൾസ് ലേ ക്ലാർക്ക്. 2024 ഫോർമുല 1 മൊണോക്കോ ഗ്രാൻഡ് പ്രി ജേതാവ് ചാൾസ് ലേ ക്ലാർക്കാണ്. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യൻ ആരാണ്? ഹേംചന്ദ് മാഞ്ചി. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യൻ ഹേംചന്ദ് മാഞ്ചിയാണ്. ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ആരാണ്? ദീപ കർമാക്കർ. ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ദീപ കർമാക്കർ ആണ്. പുതുതായി ചുമതലയേറ്റ NDA സർക്കാരിൻ്റെ പുതിയ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 31. പുതുതായി ചുമതലയേറ്റ NDA സർക്കാരിൻ്റെ പുതിയ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം 31 ഇന്ത്യയിലെ നിലവിലെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. ഇന്ത്യയിലെ നിലവിലെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ഇന്ത്യയിലെ ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? അമിത് ഷാ. ഇന്ത്യയിലെ ആഭ്യന്തര വകുപ്പും സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമിത് ഷായാണ്. പുതിയ കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ചുമതലയുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ്? പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. പുതിയ കേന്ദ്ര മന്ത്രിസഭയിൽ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. പുതിയ കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രിയായ ജോർജ് കുര്യന് ചുമതലയുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ്? ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം. പുതിയ കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രിയായ ജോർജ് കുര്യന് ചുമതലയുള്ള വകുപ്പുകൾ ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം എന്നിവയാണ്. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവി. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരാണ്? അരീന സബലങ്ക. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് അരീന സബലങ്കയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ റണ്ണറപ്പ് ആയ ഇന്ത്യൻ സഖ്യം ആരൊക്കെയാണ്? സാനിയ മിർസയും രോഹൻ ബൊപ്പണ്ണയും. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ റണ്ണറപ്പ് ആയ ഇന്ത്യൻ സഖ്യം സാനിയ മിർസയും രോഹൻ ബൊപ്പണ്ണയുമാണ്. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച മൂന്നാമത്തെ മലയാളി ആരാണ്? PR ശ്രീജേഷ്. ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. ഒന്നാമത്തെ മലയാളി ബീന മോളും രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജുമാണ്. ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളി മുൻ നേവി ഓഫീസർ ആരാണ്? അഭിലാഷ് ടോമി. ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളി മുൻ നേവി ഓഫീസർ അഭിലാഷ് ടോമിയാണ്. ഗഗൻയാൻ മിഷനിൽ ആദ്യം പോകാനൊരുങ്ങുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? വ്യോമമിത്ര. ഗഗൻയാൻ മിഷനിൽ ആദ്യം പോകാൻ ഒരുങ്ങുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് വ്യോമമിത്രയാണ്. വ്യോമമിത്രയെ വികസിപ്പിച്ചത് ISRO ഇൻഡസ്ട്രിയൽ സിസ്റ്റം യൂണിറ്റ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ്. ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമായ മൂൺ സ്നൈപ്പർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് എന്നാണ്? 2024 ജനുവരി 30. ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമായ മൂൺ സ്നൈപ്പർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് 2024 ജനുവരി 20. പ്രോജക്റ്റ്
17A ഭാഗമായി നിർമ്മിച്ച ഇന്ത്യയുടെ യുദ്ധക്കപ്പലാണ് INS താരഗിരി. പ്രോജക്റ്റ് 17A ഭാഗമായി നിർമ്മിച്ച ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഏതാണ്? INS താരഗിരി. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് വരുണ? ഇന്ത്യയും ഫ്രാൻസും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് വരുണ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ ചക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ചക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്താണ്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2023 ജനുവരി 7. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2023 ജനുവരി 7. ഇന്ത്യയിലെ ആദ്യ ജല മെട്രോ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ആദ്യ ജല മെട്രോ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2023 മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള ലോക്മത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജോൺ ബ്രിട്ടാസ്. 2023 മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസിനാണ്. സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഒവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി പ്ലാസ്മോഡിയം ഒവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല കോഴിക്കോടാണ്. മലേറിയ പൂർണ്ണമായും തുടച്ചു നീക്കിയ ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? UAE. മലേറിയ രോഗം പൂർണ്ണമായും തുടച്ചു നീക്കിയ ആദ്യ ഗൾഫ് രാജ്യം UAE ആണ്. 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 80. 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റംസർ സൈറ്റുകളുടെ എണ്ണം 80 ആണ്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 16 റംസർ സൈറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം എന്താണ്? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം എന്തായിരുന്നു? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നതായിരുന്നു. ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ്? നാസയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ്. 2024 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? റീഡ് യുവർ വേ. 2024 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം റീഡ് യുവർ വേ എന്നായിരുന്നു. 100% ആദ്യ ഡോസ് കോവിഡ് വാക്സിനേഷൻ ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യ ട്രൈബൽ വില്ലേജ് ഏതാണ്? നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. വയനാട് ജില്ലയിലെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യമായി 100% ആദ്യ ഡോസ് കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കുന്നത്. കോവിഡ് വാക്സിൻ സ്വീകരിച്ച ഇന്ത്യയിലെ ആദ്യ വ്യക്തി ആരാണ്? മനീഷ് കുമാർ. കോവിഡ് വാക്സിൻ സ്വീകരിച്ച ഇന്ത്യയിലെ ആദ്യ വ്യക്തി മനീഷ് കുമാറാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ അന്തരിച്ചതെന്നാണ്? 2023 സെപ്റ്റംബർ 28. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2024. MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം 2024. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീബി അന്തരിച്ചതെന്നാണ്? 2023 നവംബർ 23. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീബി അന്തരിച്ചത് 2023 നവംബർ 23. ജസ്റ്റിസ് ഫാത്തിമ ബീബിയെക്കുറിച്ച് നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം രചിച്ചത് ആരാണ്? KT അഷറഫ്. ജസ്റ്റിസ് ഫാത്തിമ ബീബിയെക്കുറിച്ച് നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം രചിച്ചത് KT അഷറഫാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീബിക്ക് മരണാനന്തരം പത്മഭൂഷൺ ലഭിച്ച വർഷം ഏതാണ്? 2024. ജസ്റ്റിസ് ഫാത്തിമ ബീബിക്ക് മരണാനന്തരം പത്മഭൂഷൺ ലഭിച്ച വർഷം 2024 ജസ്റ്റിസ് ഫാത്തിമ ബീബിക്ക് കേരളപ്രഭ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2023.
ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് കേരളപ്രഭ പുരസ്കാരം ലഭിച്ച വർഷം 2023 ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ഏതാണ്? ടാറ്റ. ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ടാറ്റയാണ്. കേരള ബാങ്ക് സ്ഥാപിതമായതെന്നാണ്? 2019 നവംബർ 29. കേരള ബാങ്ക് സ്ഥാപിതമായത് 2019 നവംബർ 29 കേരള സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയന്റൽ ഇൻഷുറൻസ്. കേരള സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. 2023 ഫോബ്സ് മാസിക പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളിൽ ഉൾപ്പെട്ട ഇന്ത്യയുടെ കേന്ദ്ര ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. 2023 ഫോബ്സ് മാസിക പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളിൽ നിർമ്മല സീതാരാമൻ്റെ സ്ഥാനം 32ാം സ്ഥാനമായിരുന്നു. 2023 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 161. 2023 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161. ഇലക്ട്രൽ ബോണ്ട് അഥവാ തെരഞ്ഞെടുപ്പ് കടപ്പത്രം പദ്ധതി റദ്ദാക്കി സുപ്രീം കോടതി ഉത്തരവിറക്കിയതെന്നാണ്? 2024 ഫെബ്രുവരി 15. ഇലക്ട്രൽ ബോണ്ട് അഥവാ തെരഞ്ഞെടുപ്പ് കടപ്പത്രം പദ്ധതി റദ്ദാക്കി സുപ്രീം കോടതി ഉത്തരവിറക്കിയത് 2024 ഫെബ്രുവരി 15. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കി ഉത്തരവിറക്കിയ സുപ്രീം കോടതിയിലെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ആരാണ്? ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കി ഉത്തരവിറക്കിയ സുപ്രീം കോടതിയിലെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ? രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ്? ബെർണാഡ് അർണോൾട്ട്. ഫോബ്സിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ബെർണാഡ് അർണോൾട്ടാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാകുന്ന രാജ്യം ഏതാണ്? US. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാകുന്ന രാജ്യം US ആണ്. 2023-24 സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്നാണ്? 2023 ഫെബ്രുവരി 1. 2023-24 സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് 2023 ഫെബ്രുവരി 1. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ വനിതാ ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ വനിതാ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹോൾമാർക്കിംഗ് സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹോൾമാർക്കിംഗ് സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് 2023 ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല ഏതാണ്? എറണാകുളം. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് 2023 ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ്. പാപ്പുവ ന്യൂ ഗിനിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. പാപ്പുവ ന്യൂ ഗിനിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇസ്രായേലിന്റെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? റിയു വെൻ അസർ. ഇസ്രായേലിന്റെ പുതിയ ഇന്ത്യൻ അംബാസിഡർ റിയു വെൻ അസർ ആണ്. 2023 ജൂലൈയിൽ യുനെസ്കോയിൽ വീണ്ടും അംഗത്വം നേടിയ രാജ്യം ഏതാണ്? USA. 2023 ജൂലൈയിൽ യുനെസ്കോയിൽ വീണ്ടും അംഗത്വം നേടിയ രാജ്യം USA ആണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ്? കൊല്ലം ജില്ല. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ്. എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റുള്ള
ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. യൂണിക് തണ്ടപ്പേർ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. യൂണിക് തണ്ടപ്പേർ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കർണാടക നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? UT ഖാദർ. കർണാടക നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി UT ഖാദറാണ്. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ്. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം ഏതാണ്? തൃശ്ശൂർ. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം തൃശ്ശൂരാണ്. 2023 ആർ ശങ്കർ ഫൗണ്ടേഷന്റെ ആർ ശങ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉമ്മൻചാണ്ടിക്ക്. 2023 മരണാനന്തരം ആർ ശങ്കർ പുരസ്കാരം ലഭിച്ചത് ഉമ്മൻചാണ്ടിക്കാണ്. 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജെറോമിക് ജോർജ്. തിരുവനന്തപുരത്തെ ജില്ലാ കളക്ടറായിരുന്ന ജെറോമിക് ജോർജിനാണ് 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർ പുരസ്കാരം ലഭിച്ചത്. 2023 മാർച്ചിൽ അന്തരിച്ച മലയാള സിനിമാ താരവും ലോക്സഭാ അംഗവുമായിരുന്ന ഏത് വ്യക്തിയുടെ ആത്മകഥയാണ് ചിരിക്ക് പിന്നിൽ? ഇന്നസെന്റ്. 2023 മാർച്ചിൽ അന്തരിച്ച മലയാള സിനിമാ താരവും ലോക്സഭാ അംഗവുമായിരുന്ന ഇന്നസെന്റിന്റെ ആത്മകഥയാണ് ചിരിക്ക് പിന്നിൽ. അർബുദ രോഗിയായിരിക്കെ കടന്നുപോയ അനുഭവങ്ങളിലൂടെ ഇന്നസെന്റ് രചിച്ച കൃതിയാണ് ക്യാൻസർ വാർഡിലെ ചിരി. ക്യാൻസർ വാർഡിലെ ചിരി എന്ന കൃതി രചിച്ചത് ഇന്നസെന്റ് ആണ്. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചതെന്നാണ്? 2023 ജൂലൈ 18. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചത് 2023 ജൂലൈ 18-നാണ്. കേരള സർക്കാരിന്റെ ആർദ്ര കേരളം പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 2023 പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനാണ്. കേരള സർക്കാരിന്റെ ആർദ്ര കേരളം പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 2023 പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി എന്നാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ വിസ്തീർണം എത്രയാണ്? 65,000 ചതുരശ്ര മീറ്റർ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ വിസ്തീർണം 65,000 ചതുരശ്ര മീറ്റർ ആണ്. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള 2023 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ലയണൽ മെസ്സിക്ക്. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള 2023 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. 2022 ഫിഫ ലോകകപ്പിലെ ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ലയണൽ മെസ്സിക്ക്. 2022 ഫിഫ ലോകകപ്പിലെ ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2023 സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉല്ലല ബാബു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2023 സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബുവിനാണ്. UN റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 142.86 കോടി. UN റിപ്പോർട്ട് പ്രകാരം നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയും രണ്ടാം സ്ഥാനം ചൈനയ്ക്കുമാണ്. ഇന്ത്യയിലെ നിലവിലെ ജനസംഖ്യ 142.86 കോടിയാണ്. ലോക ജനസംഖ്യ 800 കോടി പിന്നിട്ടത് എന്നാണ്? 2022 നവംബർ 15-ന്. ലോക ജനസംഖ്യ 800 കോടി പിന്നിട്ടത് 2022 നവംബർ 15-നാണ്. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആണ്. വിഡ്സൺ ക്രിക്കറ്റ് മാസികയിലെ മികച്ച താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ഹർമൻപ്രീത് കൗർ. വിഡ്സൺ ക്രിക്കറ്റ് മാസികയിലെ മികച്ച താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ഹർമൻപ്രീത് കൗർ ആണ്. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ISROയുടെ ദൗത്യം ഏതാണ്? ഗഗൻയാൻ. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ISROയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ചന്ദ്രയാൻ 3യെ ലക്ഷ്യത്തിലെത്തിച്ച LVM-3 റോക്കറ്റിന്റെ അപരനാമം എന്തായിരുന്നു? ബാഹുബലി. ചന്ദ്രയാൻ 3യെ
ലക്ഷ്യത്തിലെത്തിച്ച LVM-3 റോക്കറ്റിന്റെ അപരനാമം ബാഹുബലി എന്നായിരുന്നു. ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? P. വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ P. വീരമുത്തുവേലാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ നാമം എന്തായിരുന്നു? വിക്രം. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ നാമം വിക്രം എന്നും ചന്ദ്രയാൻ 3 റോവറിന്റെ നാമം പ്രഗ്യാൻ എന്നുമായിരുന്നു. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ വിശേഷിപ്പിച്ചത് ഏതു പേരിലാണ്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ വിശേഷിപ്പിച്ചത് ശിവശക്തി പോയിന്റ് എന്നാണ്. ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച സ്ഥലത്തെ വിശേഷിപ്പിച്ചത് ഏതു പേരിലാണ്? തിരങ്ക. ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച സ്ഥലത്തെ വിശേഷിപ്പിച്ചത് തിരങ്ക എന്ന പേരിലാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV-C-57. ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം PSLV-C-57 എന്ന റോക്കറ്റായിരുന്നു. ആദിത്യ L1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? നിഗർ ഷാജി. ആദിത്യ L1ന്റെ പ്രോജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ്. ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടർ ആയിരുന്ന മലയാളി ആരാണ്? SR ബിജു. ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടറായിരുന്ന മലയാളി SR ബിജു ആണ്. ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിലുള്ള ഹാലോ ഭ്രമണപഥത്തിലെത്തിയത് എന്നാണ്? 2024 ജനുവരി 6. ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിലുള്ള ഹാലോ ഭ്രമണപഥത്തിലെത്തിയത് 2024 ജനുവരി 6 ആദിത്യ L1ലുള്ള പേലോഡുകളുടെ എണ്ണം എത്രയാണ്? 7. ആദിത്യ L1ലുള്ള പേലോഡുകളുടെ എണ്ണം 7. 2023 മൂന്നാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഉത്തർപ്രദേശ്. 2023 മൂന്നാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത് ഉത്തർപ്രദേശിൽ വെച്ചാണ്. ഈ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ജിതു എന്ന മാനായിരുന്നു. ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ ഓവറോൾ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ്. ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ ഓവറോൾ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡാണ്. 2023 ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ പരമ്പരാഗത ആയോധന കല ഏതാണ്? കളരിപ്പയറ്റ്. 2023 ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ പരമ്പരാഗത ആയോധന കല കളരിപ്പയറ്റാണ്. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി പുരുഷ താരം ആരാണ്? PR ശ്രീജേഷ്. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി പുരുഷ താരം PR ശ്രീജേഷ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമായ T50യുടെ നീളം എത്രയാണ്? 12.77 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമായ T50യുടെ നീളം 12.77 കിലോമീറ്റർ ആണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്താണ്. 2022-23 സ്വരാജ് ട്രോഫിയിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്താണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെയാണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്തായത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. 2022-23 സ്വരാജ് ട്രോഫിയിൽ മികച്ച നഗരസഭയായി തിരഞ്ഞെടുത്തത് ഗുരുവായൂർ നഗരസഭയാണ്. 2022-23 സ്വരാജ് ട്രോഫിയിൽ മികച്ച നഗരസഭയായി തിരഞ്ഞെടുത്തത് ഗുരുവായൂർ നഗരസഭയാണ്. 2024 ജനുവരിയിൽ ഇടുക്കി കുളമാവിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത് ഏതാണ്? കങ്കാരു ഓന്ത്. 2024 ജനുവരിയിൽ ഇടുക്കി കുളമാവിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓന്താണ് കങ്കാരു ഓന്ത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാല ഏതാണ്? കേരള കാർഷിക സർവകലാശാല. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാല
കേരള കാർഷിക സർവകലാശാലയാണ്. കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ലോകത്തെമ്പാടും ലഭ്യമാക്കാനായി തയ്യാറാക്കിയ ആപ്പ് ഏതാണ്? റേഡിയോശ്രീ. കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ലോകത്തെമ്പാടും ലഭ്യമാക്കാനായി തയ്യാറാക്കിയ ആപ്പാണ് റേഡിയോ ശ്രീ. 2023 G20 ഉച്ചകോടിയിൽ ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് എവിടെയാണ്? തിരുവനന്തപുരം. 2023 G20 ഉച്ചകോടിയിൽ ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് തിരുവനന്തപുരത്താണ്. 2023 G20 ഉച്ചകോടിയിൽ രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗിന് വേദിയായത് കുമരകമാണ്. 2023 G20 ഉച്ചകോടിയിൽ രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗിന് വേദിയായത് കുമരകമാണ്. ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത് എന്നാണ്? ജൂൺ 26. ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത് ജൂൺ 26 ആണ്. 2024 ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നായിരുന്നു. 2024 ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നായിരുന്നു. 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി. 18ാം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. 2024 ജൂണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരാണ്? ഡേവിഡ് വാർണർ. 2024 ജൂണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണറാണ്. 2024 പുറത്തിറങ്ങുന്ന പി വത്സലയുടെ അവസാന നോവൽ ഏതാണ്? ചിത്രലേഖ. പി വത്സല അന്തരിച്ചത് 2023 നവംബർ 21 പി വത്സലയുടെ അവസാനത്തെ നോവലായ ചിത്രലേഖ 2024 പുറത്തിറങ്ങുന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായി പുതുതായി ചുമതലയേറ്റത് ആരാണ്? OR കേളു. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായി പുതുതായി ചുമതലയേറ്റത് OR കേളു ആണ്. രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും പ്രതിമകൾ ഉൾപ്പെടുന്ന പ്രേരണാസ്ഥൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിനും ലൈബ്രറിക്കും ഇടയായി. രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും പ്രതിമകൾ ഉൾപ്പെടുന്ന പ്രേരണാസ്ഥൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിനും ലൈബ്രറിക്കും ഇടയിലായിട്ടാണ്. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ ഇറ്റാലിയൻ നഗരം ഏതാണ്? അബുലിയ. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ ഇറ്റാലിയൻ നഗരം അബുലിയയാണ്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിലെത്തിയതാരാണ്? സിറിൽ റാംഫോസെ. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിലെത്തിയത് സിറിൽ റാംഫോസയാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിയാടെക് ആണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിയാടെക് ആണ്. 2024 ഓഗസ്റ്റ് മാസം ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസത്തിന്റെ പേരെന്താണ്? തരംഗ് ശക്തി 2024. 2024 ഓഗസ്റ്റ് മാസം ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗ് ശക്തി 2024. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഗോത്രവർഗ നേതാവ് ആരാണ്? മോഹൻ ചരൺ മാധ്യി. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഗോത്രവർഗ നേതാവ് മോഹൻ ചരൺ മാധ്യിയാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? എൻ ചന്ദ്രബാബു നായിഡു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് എൻ ചന്ദ്രബാബു നായിഡു ആണ്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി 3ാം തവണയും അധികാരത്തിലേറിയതാരാണ്? പേമ ഖണ്ഡു. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി 3ാം തവണയും അധികാരത്തിലേറിയത് പേമ ഖണ്ഡു ആണ്. തുടർച്ചയായി 2ാം തവണയും സിക്കിം മുഖ്യമന്ത്രിയായി അധികാരമേറ്റതാരാണ്? പ്രേം സിംഗ് തമാങ്. തുടർച്ചയായി 2ാം തവണയും സിക്കിം മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് പ്രേം സിംഗ് തമാങ് ആണ്. 2024 ജൂൺ 6 രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരം ആരാണ്? സുനിൽ ഛേത്രി. 2024 ജൂൺ 6
രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിയാണ്. ഇന്ത്യയുടെ കരസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായതാരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയുടെ കരസേനയുടെ പുതിയ മേധാവി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി ആരാണ്? അനാമിക ബി രാജീവ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി അനാമിക ബി രാജീവാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാനം നേടിയ സംസ്കൃത പണ്ഡിതൻ ആരാണ്? ഡോക്ടർ KG പൗലോസ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാൻ നേടിയ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ KG പൗലോസ് ആണ്. കേരളത്തിലെ പുതിയ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായ OR കേളു ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? മാനന്തവാടി. വയനാട് ജില്ലയിലെ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് പുതിയ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായ OR കേളു. 2025 പുരുഷന്മാരുടെ ജൂനിയർ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ്. 2025 പുരുഷന്മാരുടെ ജൂനിയർ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ്. അടുത്തിടെ ഫിലിപ്പൈൻസിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? കൺലോൺ. അടുത്തിടെ ഫിലിപ്പൈൻസിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് കൺലോൺ. കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതനായതാരാണ്? ഡോക്ടർ KJ സജു. കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ KJ സജു ആണ്. 18ാം ലോക്സഭയുടെ സ്പീക്കർ ആരാണ്? ഓം ബിർള. 18ാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയും പ്രോട്ടേം സ്പീക്കർ ഫർത്യഹരി മഹ്താബുമാണ്. പ്രോട്ടേം സ്പീക്കർ ആരാണ്? ഫർത്യഹരി മഹ്താബ്. 2024 നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസൺ ആണ്. 2024 നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് ചെസ്സിലെ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസൺ ആണ്. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച പുതിയ വിക്ഷേപണ വാഹനം ഏതാണ്? അഗ്നിബാൺ സോർട്ടഡ്. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച പുതിയ വിക്ഷേപണ വാഹനമാണ് അഗ്നിബാൺ സോർട്ടഡ്. 46ാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചനാ യോഗം നടന്നത് എവിടെ വെച്ചാണ്? കൊച്ചി. 46ാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചനാ യോഗം നടന്നത് കൊച്ചിയിൽ വെച്ചാണ്. തീവണ്ടികളിൽ വനിതാ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ വിപുലീകരിച്ച പുതിയ പദ്ധതിയാണ് മേരി സഹേലി. തീവണ്ടികളിൽ വനിതാ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ വിപുലീകരിച്ച പുതിയ പദ്ധതി ഏതാണ്? മേരി സഹേലി. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികം അറിയപ്പെടുന്ന പേരെന്താണ്? മഹാഗുരുവർഷം 2024. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികം അറിയപ്പെടുന്നത് മഹാഗുരുവർഷം 2024 എന്ന പേരിലാണ്. സാറ്റലൈറ്റ് ഇമേജറി സംവിധാനം ഉപയോഗിച്ച് ഏത് നദിയുടെ പുരാതന ശാഖയാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത്? നൈൽ നദിയുടെ. സാറ്റലൈറ്റ് ഇമേജറി സംവിധാനം ഉപയോഗിച്ച് നൈൽ നദിയുടെ പുരാതന ശാഖയാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത്. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി ഏതാണ്? നാസ. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി നാസയാണ്. ചന്ദ്രനിൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനും ട്രെയിൻ ഓടിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള നാസയുടെ പദ്ധതിയുടെ പേരെന്താണ്? ഫ്ലോട്ട്. ചന്ദ്രനിൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനും ട്രെയിൻ ഓടിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള നാസയുടെ പദ്ധതിയുടെ പേരാണ് ഫ്ലോട്ട്. 17ാം സീസൺ IPL 2020 ക്രിക്കറ്റ് കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. 17ാം സീസൺ IPL 2020 ക്രിക്കറ്റ് കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. കാട്ടാനകൾ തീവണ്ടി തട്ടി ചരിയുന്നത് ഒഴിവാക്കാൻ ദക്ഷിണ റെയിൽവേ നടപ്പിലാക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനമാണ് ഗജരാജ. കാട്ടാനകൾ തീവണ്ടി തട്ടി ചരിയുന്നത് ഒഴിവാക്കാൻ ദക്ഷിണ റെയിൽവേ നടപ്പാക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനമാണ് ഗജരാജ. 2024 മെയ്യിൽ അന്തരിച്ച ഏത് വ്യക്തിയാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? രഘുനന്ദൻ കാമത്ത്. 2024 മെയ്യിൽ അന്തരിച്ച ഏത് വ്യക്തിയാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? രഘുനന്ദൻ കാമത്ത്.
2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത ആരാണ്? രാധിക സെൻ. 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത രാധിക സെൻ ആണ്. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ മൊത്തം പോളിംഗ് ശതമാനം എത്രയാണ്? 65.79. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 7 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ മൊത്തം പോളിംഗ് ശതമാനം 65.79%. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ച മണ്ഡലം ഏതാണ്? മധ്യപ്രദേശിലെ ഇൻഡോർ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ച മണ്ഡലം മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് നഗരത്തിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ബൈജു തിട്ടാല. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ബൈജു തിട്ടാലയാണ്. 2021-22 മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത്. 2021-22 മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്താണ്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയത് എന്നു മുതലാണ്? 2016 നവംബർ 1 മുതൽ. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയത് 2016 നവംബർ 1-നാണ്. 2024 റംസാർ സൈറ്റിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടുത്തിയ അംഗ സമുദ്ര പക്ഷി സംരക്ഷണ റിസർവ് ഏത് സംസ്ഥാനത്താണ്? കർണാടക. 2024 റംസാർ സൈറ്റിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടുത്തിയ അംഗ സമുദ്ര പക്ഷി സംരക്ഷണ റിസർവ് കർണാടകയിലാണ്. നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2024. നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസായി പ്രഖ്യാപിച്ച വർഷം 2024 ആണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ദീപശിഖ വാഹകനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? അഭിനവ് ബിന്ദ്ര. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ വാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്രയാണ്. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള 2024 ഗ്രാമി അവാർഡ് ലഭിച്ചത് ദിസ് മൊമെന്റ് എന്ന ആൽബത്തിനാണ്. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള 2024 ഗ്രാമി അവാർഡ് ലഭിച്ചത് ദിസ് മൊമെന്റ് എന്ന ആൽബത്തിനാണ്. 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം ഏതാണ്? എക്സ്പോസാറ്റ്. 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് എക്സ്പോസാറ്റ്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന്റെ സമ്മാന തുക എത്ര രൂപയായിട്ടാണ് ഉയർത്തിയത്? 15 ലക്ഷം രൂപ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന്റെ സമ്മാന തുക 15 ലക്ഷം രൂപയായിട്ടാണ് ഉയർത്തിയത്. ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്നത്? അമേരിക്ക, കാനഡ, മെക്സിക്കോ. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്നത്. അന്താരാഷ്ട്ര പുഷ്പമേളയായ പൂപ്പൊലി 2024 ജനുവരിയിൽ നടന്നത് എവിടെയാണ്? വയനാട്. അന്താരാഷ്ട്ര പുഷ്പമേളയായ പൂപ്പൊലി 2024 ജനുവരിയിൽ നടന്നത് വയനാട്ടിലാണ്. പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ്. 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല ഏതാണ്? കണ്ണൂർ. 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല കണ്ണൂരാണ്. കേരള സർക്കാർ തുടക്കമിട്ട ഓപ്പറേഷൻ അമൃത് പരിപാടിയുടെ ലക്ഷ്യം എന്താണ്? ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയൽ. കേരള സർക്കാർ തുടക്കമിട്ട ഓപ്പറേഷൻ അമൃത് പരിപാടിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയൽ. ആരുടെ 525ാം ജന്മദിനത്തിന്റെ ഭാഗമായാണ് ഭാരത സർക്കാർ 525 രൂപയുടെ സ്മാരക നാണയം പുറത്തിറക്കിയത്? മീരാബായിയുടെ. മീരാബായിയുടെ 525ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായാണ് ഭാരത സർക്കാർ 525 രൂപയുടെ സ്മാരക നാണയം പുറത്തിറക്കിയത്. 2022-23 സ്വരാജ് ട്രോഫിയിൽ മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. 2022-23 സ്വരാജ് ട്രോഫിയിൽ മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന
ഇന്ത്യയുടെ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ മലയാളി പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത വിക്ഷേപണ വാഹനം ഏതാണ്? ഹ്യൂമൻ റേറ്റഡ് LVM-3 റോക്കറ്റ്. ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത വിക്ഷേപണ വാഹനമാണ് ഹ്യൂമൻ റേറ്റഡ് LVM-3 റോക്കറ്റ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പരിശീലനത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? യത്നം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പരിശീലനത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് യത്നം. കേരളത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പേരെന്താണ്? വർണ്ണപ്പോട്ട്. കേരളത്തിൽ സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പേര് വർണ്ണപ്പകിട്ട് എന്നാണ്. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്താനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? മഴവില്ല്. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്താനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മഴവില്ല്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായുള്ള മറ്റ് പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണ്? പ്രൈഡ്, കരുതൽ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായുള്ള മറ്റ് പ്രധാന പദ്ധതികളാണ് പ്രൈഡും കരുതലും. കേരളത്തിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ദിവസത്തെ വേതനം എത്ര രൂപയാണ്? 346 രൂപ. കേരളത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ദിവസത്തെ വേതനം 346 രൂപയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഹരിയാനയിലെ ഒരു ദിവസത്തെ വേതനം 374 രൂപയാണ്. കേരളത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കാൻ വേണ്ടി ആരംഭിക്കുന്ന 2 പദ്ധതികളാണ് മിഷൻ 941 മികവും. കേരളത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കാൻ വേണ്ടി ആരംഭിക്കുന്ന 2 പദ്ധതികൾ ഏതൊക്കെയാണ്? മിഷൻ 941 മികവും. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതിയാണ് മികവ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് മികവ്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി കേന്ദ്രത്തിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? മിസ്റ്റി. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി കേന്ദ്രത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് മിസ്റ്റി. സർക്കാർ സർവീസിന്റെ കാര്യക്ഷമത ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? മിഷൻ കർമ്മയോഗി. സർക്കാർ സർവീസിന്റെ കാര്യക്ഷമത ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് മിഷൻ കർമ്മയോഗി. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം ഏതാണ്? ഉത്തർപ്രദേശിലെ ലക്നൗ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം ലക്നൗ ആണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സ്മാർട്ട് സിറ്റി ഏതാണ്? ഇൻഡോർ. സമ്പൂർണ്ണ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സ്മാർട്ട് സിറ്റി ഇൻഡോർ ആണ്. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വരുന്ന നഗരം ഏതാണ്? ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വരുന്ന നഗരം ബംഗളൂരു ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയെടുത്ത സർക്കാർ സ്ഥാപനം ഏതാണ്? കേരള കാർഷിക സർവകലാശാല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയെടുത്ത സർക്കാർ സ്ഥാപനം കേരള കാർഷിക സർവകലാശാലയാണ്. ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ്? 3ാമത്. 1ാം സ്ഥാനം കർണാടകയ്ക്കും 2ാം സ്ഥാനം തമിഴ്നാടിനുമാണ്. ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 3ാമതാണ്. 1ാം സ്ഥാനം കർണാടക, 2ാം സ്ഥാനം തമിഴ്നാട്. 2023 ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച ആദൂർ വെറ്റില ഏത് സംസ്ഥാനത്തിന്റെ കാർഷിക വിളയാണ്? തമിഴ്നാട്. 2023 ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച ആദൂർ വെറ്റില തമിഴ്നാട്ടിലെ കാർഷിക വിളയാണ്. 2022 36ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം സാവജ് എന്ന സിംഹമാണ്. 2022 36ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? സാവജ് എന്ന സിംഹം. 2023 37ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? മോഗ എന്ന കാട്ടുപോത്ത്.
2023 37ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്താണ്. ISROയുടെ കാലാവസ്ഥാ ഉപഗ്രഹമായ GSLV F-14 ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചത് 2024 ഫെബ്രുവരി 17 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. ISROയുടെ കാലാവസ്ഥാ ഉപഗ്രഹമായ GSLV F-14 അല്ലെങ്കിൽ ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചത് 2024 ഫെബ്രുവരി 17 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. പോളോ കളിക്കാരന്റെ 120 അടി ഉയരമുള്ള പ്രതിമ 2023 ജനുവരി 6 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഇംഫാൽ. പോളോ കളിക്കാരന്റെ 120 അടി ഉയരമുള്ള പ്രതിമ 2023 ജനുവരി 6 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനാച്ഛാദനം ചെയ്തത് മേഘാലയയിലെ ഇംഫാലിലാണ്. ഡോക്ടർ BR അംബേദ്കറുടെ 70 അടി ഉയരമുള്ള വിജ്ഞാന പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ലാത്തൂർ. ഡോക്ടർ BR അംബേദ്കറുടെ 70 അടി ഉയരമുള്ള വിജ്ഞാന പ്രതിമ സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലെ ലാത്തൂറിലാണ്. ഷിക്കാഗോ പ്രസംഗത്തിന്റെ 130ാം വാർഷിക ദിനത്തിൽ സ്വാമി വിവേകാനന്ദന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? കാലടി. ഷിക്കാഗോ പ്രസംഗത്തിന്റെ 130ാം വാർഷിക ദിനത്തിൽ സ്വാമി വിവേകാനന്ദന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് കാലടിയിലാണ്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് 50 വർഷം തികഞ്ഞത് എന്നാണ്? 2024 മെയ് 18. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് 50 വർഷം തികഞ്ഞത് 2024 മെയ് 18. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസി ഏത് രാജ്യത്തെ പ്രസിഡന്റായിരുന്നു? ഇറാൻ. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രസിഡന്റായിരുന്നു. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ്. ഫോർബ്സ് മാസികയുടെ 2024 കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന കായിക താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫോർബ്സ് മാസികയുടെ 2024 കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. കിഴക്കിന്റെ നൊബേൽ എന്നറിയപ്പെടുന്ന 2024 ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ശ്രീനിവാസ് R കുൽക്കർണി. കിഴക്കിന്റെ നൊബേൽ എന്നറിയപ്പെടുന്ന 2024 ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ശ്രീനിവാസ് R കുൽക്കർണിയാണ്. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത് ആരാണ്? ജെന്നി എർപ്പൻബക്ക്. കൃതി കെയറോസ് എന്ന നോവൽ. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത് ജെന്നി എർപ്പൻബക്കിന്റെ കെയറോസ് എന്ന നോവലിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പൂനെയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നത് എവിടെയാണ്? നെതർലൻഡിലെ റോട്ടർഡാമിൽ. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നത് നെതർലൻഡിലെ റോട്ടർഡാമിലാണ്. 2024 മെയ് 13 മുതൽ 26 വരെ മേഘാലയയിൽ വെച്ച് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക അഭ്യാസമാണ് ശക്തി. 2024 മെയ് 13 മുതൽ 26 വരെ മേഘാലയയിൽ വെച്ച് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക അഭ്യാസമാണ് ശക്തി. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റമൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഒമാൻ. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റമൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഒമാനാണ്. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ സിനിമ ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഈ സിനിമയുടെ സംവിധായിക പായൽ കപാഡിയാണ്. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയാണ്. ഈ സിനിമയുടെ സംവിധായിക പായൽ കപാഡിയാണ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മലയാളികൾ ആരൊക്കെയാണ്? കനി കുസൃതിയും ദിവ്യപ്രഭയും. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മലയാളികൾ കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ്.
നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ നയതന്ത്ര പ്രതിനിധി വിക്ടോറിയ ഷീയാണ്. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ നയതന്ത്ര പ്രതിനിധി വിക്ടോറിയ ഷീയാണ്. സാങ്കേതിക വിദ്യ പ്രമേയമാക്കിയ മലയാളത്തിലെ ആദ്യ നോവലായ നൃത്തം എഴുതിയത് ആരാണ്? എം മുകുന്ദൻ. സാങ്കേതിക വിദ്യ പ്രമേയമാക്കിയ മലയാളത്തിലെ ആദ്യ നോവലായ നൃത്തം എഴുതിയത് എം മുകുന്ദനാണ്. സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. മാനസിക രോഗ വിമുക്തമായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹക്കൂട്. മാനസിക രോഗ വിമുക്തമായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാർ പദ്ധതിയാണ് സ്നേഹക്കൂട്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാനായി ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനം 2023 ജൂണിൽ നടന്നത് എവിടെയാണ്? ന്യൂയോർക്കിൽ. ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനം 2023 ജൂണിൽ നടന്നത് ന്യൂയോർക്കിൽ വെച്ചാണ്. കേരള സർക്കാരിന്റെ പരിരക്ഷാ പദ്ധതി ഏത് വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്? ഭിന്നശേഷിക്കാരുടെ. കേരള സർക്കാരിന്റെ പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്. 53ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മഹേഷ് നാരായണന്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് മഹേഷ് നാരായണനാണ്. 2023 വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാംദോർ പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? അനോറ. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാംദോർ പുരസ്കാരം നേടിയ ചിത്രം അനോറയാണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ ആഞ്ചിനോ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? സന്തോഷ് ശിവൻ. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ ആഞ്ചിനോ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ സംവിധായകൻ മലയാളിയായ IPL 17ാം സീസണിലെ ഏറ്റവും മൂല്യമേറിയ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റർ ആരാണ്? സുനിൽ നരേൻ. IPL 17ാം സീസണിലെ ഏറ്റവും മൂല്യമേറിയ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റർ സുനിൽ നരേനാണ്. 2024 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ജർമ്മൻ എഴുത്തുകാരി ആരാണ്? ജെന്നി എയർപ്പൻബെക്ക്. 2024 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ജർമ്മൻ എഴുത്തുകാരി ജെന്നി എയർപ്പൻബെക്കാണ്. ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? നരേന്ദ്രമോദി. ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ്. ജയ്പൂർ സാഹിത്യോത്സവത്തിലെ 2023 കന്നയ്യലാൽ സേത്തിയ അവാർഡ് ലഭിച്ചത് ഏത് മലയാളി സാഹിത്യകാരനാണ്? കെ സച്ചിദാനന്ദൻ. ജയ്പൂർ സാഹിത്യോത്സവത്തിലെ 2023 കന്നയ്യലാൽ സേത്തിയ അവാർഡ് ലഭിച്ച മലയാളി സാഹിത്യകാരൻ കെ സച്ചിദാനന്ദനാണ്. പോളോ കളിയുടെ ജന്മസ്ഥലമായി കരുതപ്പെടുന്ന ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് അടുത്തിടെ പോളോ താരത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചത്? മണിപ്പൂർ. പോളോ കളിയുടെ ജന്മസ്ഥലമായി കരുതപ്പെടുന്ന മണിപ്പൂരിലാണ് ഈ അടുത്ത് പോളോ താരത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചത്. ഓണാട്ടുകരയുമായി ബന്ധപ്പെട്ട ഏത് കാർഷിക ഉൽപ്പന്നത്തിനാണ് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ചത്? എള്ള്. ഓണാട്ടുകരയുമായി ബന്ധപ്പെട്ട ഏത് കാർഷിക ഉൽപ്പന്നത്തിനാണ് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ചത്? എള്ളിന്. കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായി നിയമിതയായത് ആരാണ്? മല്ലിക സാരാഭായി. കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായി നിയമിതയായത് മല്ലിക സാരാഭായി ആണ്. 2023 ജനുവരിയിൽ 70-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം നടന്നത് നേപ്പാളിലെ ഏത് സ്ഥലത്താണ്? പൊഖാറ. 2023 ജനുവരിയിൽ 70-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം നടന്നത് നേപ്പാളിലെ പൊഖാറ എന്ന സ്ഥലത്താണ്.
ഹിമാനികളുടെ സംരക്ഷണത്തിനുള്ള വർഷമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2025. ഹിമാനികളുടെ സംരക്ഷണത്തിനുള്ള വർഷമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വർഷം 2025 ഗുണ്ടകളെ അമർച്ച ചെയ്യാനായി കേരള പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ആഗ്. ഗുണ്ടകളെ അമർച്ച ചെയ്യാനായി കേരള പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ്. കേരളത്തിൽ നിലവിലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആരാണ്? ആർ ബിന്ദു. കേരളത്തിൽ നിലവിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ആണ്. 2022 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ഇയറായി തിരഞ്ഞെടുത്ത വൊളോദിമർ സെലൻസ്കി ഏത് രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനാണ്? യുക്രൈൻ്റെ. 2022 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്ത വൊളോദിമർ സെലൻസ്കി യുക്രൈൻ്റെ രാഷ്ട്രത്തലവനാണ്. 2022 അർജന്റീന നേടിയത് എത്രാമത്തെ ലോകകപ്പ് ഫുട്ബോൾ കിരീടമാണ്? മൂന്നാമത്തെ. 2022 അർജന്റീന നേടിയത് മൂന്നാമത്തെ ലോകകപ്പ് ഫുട്ബോൾ കിരീടമാണ്. 2022 ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയുടെ കോച്ച് ആരായിരുന്നു? ലയണൽ സ്കലോനി. 2022 ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയും അർജന്റീനയുടെ കോച്ച് ലയണൽ സ്കലോനിയുമായിരുന്നു. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യാന്തര കയാക്കിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന പുലിക്കയം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യാന്തര കയാക്കിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന പുലിക്കയം കോഴിക്കോട് ജില്ലയിലാണ്. മണിപ്പൂർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ്റെ തലവനാരാണ്? ജസ്റ്റിസ് അജയ് ലാംബ. മണിപ്പൂർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ്റെ തലവൻ ജസ്റ്റിസ് അജയ് ലാംബയാണ്. അടുത്തിടെ അന്തരിച്ച കാരേക്കുടി ആർ മണി ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൃദംഗം. അടുത്തിടെ അന്തരിച്ച കാരേക്കുടി ആർ മണി മൃദംഗ കലാകാരനാണ്. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഇ വി രാമകൃഷ്ണൻ. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതി രചിച്ചത് ഇ വി രാമകൃഷ്ണനാണ്. ആർട്ടമിസ് 1 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാസയുടെ ചാന്ദ്രദൗത്യം. ആർട്ടമിസ് 1 നാസയുടെ ചാന്ദ്രദൗത്യമാണ്. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗോവ മയ്യഴി വിമോചന സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കെ വി നാരായണൻ നായർ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗോവ മയ്യഴി വിമോചന സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി കെ വി നാരായണൻ നായരാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യമുദ്ര എന്താണ്? ഫ്രീജ്. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യമുദ്ര ഫ്രീജ് ആണ്. 2023 ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളിയായ ഇ ഭാസ്കരൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കബഡി. 2023 ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളിയായ കബഡി കോച്ച് ഇ ഭാസ്കരനാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ 2024 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഡിമൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മത്തോണി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ 2024 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഡിമൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മത്തോണി. 2023 രാജസ്ഥാനിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? സോർസൺ. 2023 രാജസ്ഥാനിൽ നിലവിൽ വന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് സോർസൺ. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെ ആത്മകഥയാണ്? സേതുമാധവൻ. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ സേതുമാധവൻ്റെ രചനയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ അവാർഡ് 2023 ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ്. കൃതി നാരകങ്ങളുടെ ഉപമ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ അവാർഡ് 2023 ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ്. കൃതി നാരകങ്ങളുടെ ഉപമ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? സക്കറിയ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സക്കറിയാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? സേതു. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്
സേതുവാണ്. 2019 28ാമത് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത് ബെന്യാമിനാണ്. കൃതി ആടുജീവിതം. 2019 28ാമത് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത് ബെന്യാമിനാണ്. കൃതി ആടുജീവിതം. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചി ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ ബോട്ട് ഏതാണ്? മുസിരിസ്. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ ബോട്ട് മുസിരിസ് ആണ്. കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി എന്തിൻ്റെ പുതിയ ലോഗോയാണ്? കേരളത്തിൻ്റെ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ. കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി കേരളത്തിൻ്റെ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ പുതിയ ലോഗോയാണ്. കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2019 ഫെബ്രുവരി 15 നരേന്ദ്രമോദിയാണ്. കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2019 ഫെബ്രുവരി 15 നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിലെ കാൻഡിലിവർ മാതൃകയിലുള്ള ഏറ്റവും വലിയ ചില്ലുപാലം നിലവിൽ വന്നത് എവിടെയാണ്? വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ. ഇന്ത്യയിലെ കാൻഡിലിവർ മാതൃകയിലുള്ള ഏറ്റവും വലിയ ചില്ലുപാലം നിലവിൽ വന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ്. ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം അഞ്ചിഗാഡ് ജമ്മു കാശ്മീരിലാണിത്. ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം ജമ്മു കാശ്മീരിലെ അഞ്ചിഗാഡാണ്. 2023 ജനുവരിയിൽ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം നീലക്കുറിഞ്ഞിയാണ്. 2023 ജനുവരിയിൽ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം നീലക്കുറിഞ്ഞിയാണ്. 2024 യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ 3 കൃതികൾ ഏതൊക്കെയാണ്? രാമചരിതമാനസം, പഞ്ചതന്ത്രം, സഹൃദയ ലോകന. 2024 യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയ 3 കൃതികൾ രാമചരിതമാനസം, പഞ്ചതന്ത്രം, സഹൃദയ ലോകന എന്നീ 3 കൃതികളാണ്. ആധുനിക ചരിത്രത്തിൽ എല്ലാ ഹിമാനികളും നഷ്ടപ്പെട്ട ആദ്യ രാജ്യം ഏതാണ്? വെനിസ്വേല. ആധുനിക ചരിത്രത്തിൽ എല്ലാ ഹിമാനികളും നഷ്ടപ്പെട്ട ആദ്യ രാജ്യം വെനിസ്വേലയാണ്. 77ാം കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓർ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആരൊക്കെയാണ്? ദിവ്യപ്രഭ, കനി കുസൃതി. 77ാം കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓർ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ദിവ്യപ്രഭയും കനി കുസൃതിയുമാണ്. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 2024 മെയ് 26 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? റമാൽ. 2024 മെയ് 26 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് റമാൽ. ഈ ചുഴലിക്കാറ്റിന് റമാൽ എന്ന പേര് നൽകിയ രാജ്യം ഒമാനാണ്. സംസ്ഥാനത്തെ സ്റ്റീൽ, ആക്രി വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ പാം ട്രീ. സംസ്ഥാനത്തെ സ്റ്റീൽ, ആക്രി വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ. 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ വിജയിച്ച സ്ഥാനാർത്ഥി ആരാണ്? മുകേഷ് ദലാൽ. 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ വിജയിച്ച സ്ഥാനാർത്ഥി മുകേഷ് ദലാലാണ്. IPLന്റെ ചരിത്രത്തിൽ 100 ക്യാച്ചുകളും 100 വിക്കറ്റും 1000 റൺസും നേടിയ ആദ്യ ക്രിക്കറ്റ് താരം ആരാണ്? രവീന്ദ്ര ജഡേജ. IPLന്റെ ചരിത്രത്തിൽ 100 ക്യാച്ചുകളും 100 വിക്കറ്റും 1000 റൺസും നേടിയ ആദ്യ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയാണ്. ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെയും മിഷൻ്റെയും അധ്യക്ഷനായി ചുമതലയേറ്റത് ആരാണ്? സ്വാമി ഗൗതമാനന്ദ. ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെയും മിഷൻ്റെയും അധ്യക്ഷനായി ചുമതലയേറ്റത് സ്വാമി ഗൗതമാനന്ദയാണ്. രാജാ രവിവർമ്മയുടെ ഏത് ചിത്രത്തിനാണ് 2024 ഏപ്രിലിൽ 17 കോടി രൂപ ലേലത്തിലൂടെ ലഭിച്ചത്? മോഹിനി. രാജാ രവിവർമ്മയുടെ മോഹിനി എന്ന ചിത്രത്തിനാണ്
2024 ഏപ്രിലിൽ 17 കോടി രൂപ ലേലത്തിലൂടെ ലഭിച്ചത്. 2024 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡിൽ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? നൊവാക് ജോക്കോവിച്ചിനെ. 2024 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡിൽ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് നൊവാക് ജോക്കോവിച്ചിനെയാണ്. 2024 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡിൽ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് ഐറ്റാന ബോൺമാറ്റിയാണ്. 2024 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡിൽ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് ഐറ്റാന ബോൺമാറ്റിയാണ്. 2024 ലോക പുസ്തക തലസ്ഥാന നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിനെയാണ്. 2024 ലോക പുസ്തക തലസ്ഥാന നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരമാണ്. 2024 ലോക പുസ്തക ദിനത്തിൻ്റെ ദിനാചരണ വിഷയം എന്തായിരുന്നു? റീഡ് യുവർ വേ. 2024 ലോക പുസ്തക ദിനത്തിൻ്റെ ദിനാചരണ വിഷയം റീഡ് യുവർ വേ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ച തുറമുഖം ഏതാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ്. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ്? രോഹിത് ശർമ്മ. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. 2024 അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ബാസിം ഗൻദാബ്ജി. 2024 അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് ബാസിം ഗൻദാബ്ജിക്കാണ്. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? മെയ് 3. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം മെയ് 3 ഇന്ത്യയിലെ യുണിസെഫ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ബോളിവുഡ് നടി ആരാണ്? കരീന കപൂർ. ഇന്ത്യയിലെ യുണിസെഫ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ബോളിവുഡ് നടി കരീന കപൂറാണ്. മികച്ച കവിതാ സമാഹാരത്തിനുള്ള 38ാം മൂലൂർ അവാർഡ് നേടിയത് ആരാണ്? കെ രാജഗോപാൽ. മികച്ച കവിതാ സമാഹാരത്തിനുള്ള 38ാം മൂലൂർ അവാർഡ് നേടിയത് കെ രാജഗോപാലാണ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ പേടകം ഏതാണ്? ഒഡീസിയസ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ പേടകം ഒഡീസിയസ് ആണ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിലെ ജേതാക്കൾ ആരാണ്? ഇന്ത്യൻ ആർമി. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിലെ ജേതാക്കൾ ഇന്ത്യൻ ആർമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമായ സുദർശൻ സേതു ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമായ സുദർശൻ സേതു ഗുജറാത്തിലാണ്. ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ. ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണനാണ്. ഉച്ചഭക്ഷണം ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകാൻ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ലഞ്ച് ബെൽ. ഉച്ചഭക്ഷണം ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകാൻ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? ലഞ്ച് ബെൽ. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ സ്ഥാപിച്ച ആദ്യത്തെ വേദിക് ക്ലോക്കിന് നൽകിയ പേരെന്താണ്? വിക്രമാദിത്യ. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ സ്ഥാപിച്ച ആദ്യത്തെ വേദിക് ക്ലോക്കിന് നൽകിയ പേര് വിക്രമാദിത്യ എന്നാണ്. പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2024 മാർച്ചിൽ നടന്നത് എവിടെയാണ്? താനെ. പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയം ലീഗ് ക്രിക്കറ്റ് 2024 മാർച്ചിൽ നടന്നത് താനെയിലാണ്. സഹജീവനം സ്നേഹഗ്രാമം ഏത് വിഭാഗത്തിൻ്റെ പുനരധിവാസം ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്? എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ. സഹജീവനം സ്നേഹഗ്രാമം ഏത് വിഭാഗത്തിൻ്റെ പുനരധിവാസം ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്? എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ച സ്ഥാപനം ഏതാണ്? കൊച്ചി ഷിപ്പ്യാർഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ച സ്ഥാപനം കൊച്ചി ഷിപ്പ്യാർഡാണ്. പോസ്റ്റൽ ബാലറ്റ് രേഖപ്പെടുത്താനുള്ള മുതിർന്നവരുടെ പ്രായം എത്ര വയസ്സായാണ് 2024 ഉയർത്തിയത്? 85 വയസ്സ്. പോസ്റ്റൽ ബാലറ്റ് രേഖപ്പെടുത്താനുള്ള മുതിർന്നവരുടെ പ്രായം എത്ര വയസ്സായാണ് 2024 ഉയർത്തിയത്? 85 വയസ്സായി. വനത്തിനുള്ളിൽ നിന്ന് ആദിവാസി ഇതര ജനവാസ കേന്ദ്രങ്ങൾ സ്വമേധയാ മാറ്റി പാർപ്പിക്കാനുള്ള പദ്ധതിയാണ് നവകിരണം പദ്ധതി.
വനത്തിനുള്ളിൽ നിന്ന് ആദിവാസി ഇതര ജനവാസ കേന്ദ്രങ്ങൾ സ്വമേധയാ മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതി ഏതാണ്? നവകിരണം പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപിക ആരാണ്? ഐറിസ്. കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപിക ഐറിസ് ആണ്. 17ാം മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? സാറാ ജോസഫ്. 17ാം മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം നേടിയത് സാറാ ജോസഫാണ്. സർക്കാർ പിന്തുണയോടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമായ സി സ്പേസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. സർക്കാർ പിന്തുണയോടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമായ സി സ്പേസ് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് ഓഡിയോ ബുക്ക് ലൈബ്രറി തുറക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപാടി ഏതാണ്? ശ്രുതിപാഠം. കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് ഓഡിയോ ബുക്ക് ലൈബ്രറി തുറക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപാടിയാണ് ശ്രുതിപാഠം. മലയാളത്തിലെ ഏത് നടൻ എഴുതിയ പുസ്തകമാണ് ദൈവത്തിൻ്റെ അവകാശികൾ? പ്രേംകുമാർ. മലയാള സിനിമാ നടനായ പ്രേംകുമാർ എഴുതിയ പുസ്തകമാണ് ദൈവത്തിൻ്റെ അവകാശികൾ. എത്രാമത്തെ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് 2024 നടന്നത്? 18ാം ലോക്സഭ. എത്രാമത്തെ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് 2024 നടന്നത്? 18ാം ലോക്സഭ. കേരളത്തിൽ റോബോട്ട് ആനയെ നടയിരുത്തിയ എറണാകുളം ജില്ലയിലെ ക്ഷേത്രം ഏതാണ്? കാലടി, മറ്റൂർ, തൃക്കയ്യിൽ മഹാദേവ ക്ഷേത്രം. കേരളത്തിൽ റോബോട്ട് ആനയെ നടയിരുത്തിയ എറണാകുളം ജില്ലയിലെ ക്ഷേത്രം കാലടി, മറ്റൂർ, തൃക്കയ്യിൽ മഹാദേവ ക്ഷേത്രമാണ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് നൽകിയ പുതിയ പേര് എന്താണ്? നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നൽകിയ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്നാണ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് തോട്ടം തുറന്നത് എവിടെയാണ്? ശ്രീനഗർ. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് തോട്ടം തുറന്നത് ശ്രീനഗറിലാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് പോൾ സക്കറിയയാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? പോൾ സക്കറിയ. സർക്കാർ രേഖകളിൽ വ്യക്തിയുടെ പേരിനൊപ്പം അമ്മയുടെ പേരും നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. സർക്കാർ രേഖകളിൽ വ്യക്തിയുടെ പേരിനൊപ്പം അമ്മയുടെ പേരും നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രം ഏതാണ്? ദക്ഷിണ സുഡാൻ. അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രം ദക്ഷിണ സുഡാനാണ്. അടുത്തിടെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹത്തിന് നൽകിയത്? പ്രൊഫസർ ജയന്ത് മൂർത്തി. അടുത്തിടെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹത്തിന് നൽകിയത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? സന്തോഷ് കുമാർ യാദവ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് സന്തോഷ് കുമാർ യാദവാണ്. ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10. ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10 സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പുതിയ കറൻസി അവതരിപ്പിച്ച രാജ്യം ഏതാണ്? സിംബാബ്വെ. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പുതിയ കറൻസി അവതരിപ്പിച്ച രാജ്യം സിംബാബ്വെയാണ്. വേൾഡ് മീറ്റിയറോളജിക്കൽ ഓർഗനൈസേഷൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച വൻകര ഏതാണ്? ഏഷ്യ. വേൾഡ് മീറ്റിയറോളജിക്കൽ ഓർഗനൈസേഷൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച വൻകര ഏഷ്യ വൻകരയാണ്. ലോകത്താദ്യമായി സ്കിൻ ക്യാൻസറിനെതിരെ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ലോകത്താദ്യമായി സ്കിൻ ക്യാൻസറിനെതിരെ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ബ്രിട്ടനാണ്. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? ഇന്ത്യ. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ലേസർ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? റൊമാനിയ. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ലേസർ വികസിപ്പിച്ചെടുത്ത രാജ്യം റൊമാനിയയാണ്.
അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? മൗണ്ട് റുവാങ്. അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം മൗണ്ട് റുവാങ് ആണ്. 71ാം ലോക സുന്ദരി മത്സരത്തിൻ്റെ വേദി എവിടെയായിരുന്നു? മുംബൈ. 71ാമത് ലോക സുന്ദരി മത്സരത്തിൻ്റെ വേദി മുംബൈ ആയിരുന്നു. 2024 നടന്ന 71ാം ലോക സുന്ദരി മത്സരത്തിൽ കിരീടം നേടിയ ക്രിസ്റ്റീന ഫിസ്കോവ ഏത് രാജ്യക്കാരിയാണ്? ചെക്ക് റിപ്പബ്ലിക്. 2024 നടന്ന 71ാം ലോക സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയ ക്രിസ്റ്റീന ഫിസ്കോവ ചെക്ക് റിപ്പബ്ലിക്കുകാരിയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായ വ്യക്തി ആരാണ്? ലിൻഡി കാമറൂൺ. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായ വ്യക്തി ലിൻഡി കാമറൂണാണ്. ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി ആരാണ്? പ്രഗ്യ മിശ്ര. ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്യ മിശ്രയാണ്. 2024 ഗോൾഡ്സ്മാൻ എൻവയൺമെൻ്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ്? അലോക് ശുക്ല. 2024 ഗോൾഡ്സ്മാൻ എൻവയൺമെൻ്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ അലോക് ശുക്ലയാണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റതാരാണ്? ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഒളിമ്പിക്സ് ജൂറിയാവുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ബിർക്കിസ് മീർ. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ബിർക്കിസ് മീറാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന ബഹിരാകാശ പേടകം ഏതാണ്? യൂറോപ്പ ക്ലിപ്പർ മിഷൻ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന ബഹിരാകാശ പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ മിഷൻ. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ക്ലോഡിയ ഷെയ്ൻബോം. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമാണ്. സർക്കാർ സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഈ പദ്ധതിയുടെ പേര് പുതുമൈ പെണ്ണ് എന്നാണ്. സർക്കാർ സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പുതുമൈ പെണ്ണ് എന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ NDA സഖ്യം നേടിയ സീറ്റ് എത്രയാണ്? 293. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ NDA സഖ്യം നേടിയ സീറ്റ് 293 ആണ്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യ മുന്നണി നേടിയ സീറ്റ് എത്രയാണ്? 234. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യ മുന്നണി നേടിയ സീറ്റ് 234 ആണ്. മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ ബസ്സുകളിലെ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനമാണ് വിദ്യാവാഹൻ. മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ ബസ്സുകളിലെ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനമാണ് വിദ്യാവാഹൻ. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ സംവിധാനം പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ വാരണാസിയിൽ. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ സംവിധാനം പ്രവർത്തനം ആരംഭിക്കുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ്. 2023-24 സീസൺ FA കപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. 2023-24 സീസൺ FA കപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. 2024 മെയ് മാസത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ആൽഗ ഏതാണ്? ഒയിഡോക്ലോഡിയം സഖ്യാദ്രിക്കം. 2024 മെയ് മാസത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ആൽഗയാണ് ഒയിഡോക്ലോഡിയം സഖ്യാദ്രിക്കം. 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? റയൽ മാഡ്രിഡ്. 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം റയൽ മാഡ്രിഡ് ആണ്. അടുത്തിടെ UN നിന്നും വിരമിച്ച ഇന്ത്യൻ പ്രതിനിധി ആരാണ്? രുചിര കാംബോജ്. അടുത്തിടെ UN നിന്നും വിരമിച്ച ഇന്ത്യൻ പ്രതിനിധി രുചിര കാംബോജ് ആണ്. 2024 20ാമത് P കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. 2024 20ാമത് P കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത്
അടൂർ ഗോപാലകൃഷ്ണനാണ്. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിൻ്റെ ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനത്തെത്തിയ നഗരം ന്യൂയോർക്കാണ്. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിൻ്റെ ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനത്തെത്തിയ നഗരം ന്യൂയോർക്കാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഹൈദരാബാദ്. മൈക്രോസോഫ്റ്റിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ഏതാണ്? മോണിക്ക, ഒരു AI സ്റ്റോറി. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ മോണിക്ക, ഒരു AI സ്റ്റോറിയാണ്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് CBI നടത്തിയ റെയ്ഡ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ചക്ര. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് CBI നടത്തിയ റെയ്ഡാണ് ഓപ്പറേഷൻ ചക്ര. ഇന്ത്യയിലെ ആദ്യ വിർച്വൽ സ്കൂൾ സ്ഥാപിതമായ സ്ഥലം ഏതാണ്? ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യ വിർച്വൽ സ്കൂൾ സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏതാണ്? വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ പറശ്ശിനിക്കടവിലാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിലുള്ള വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്. കേരളത്തിലെ ആദ്യ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? സൈലൻറ്റ് വാലിയിലെ താഴത്തുടുക്കി ആദിവാസി ഊരിൽ. കേരളത്തിലെ ആദ്യ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് സൈലൻറ്റ് വാലിയിലെ താഴത്തുടുക്കി ആദിവാസി ഊരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ വൈദ്യുത ബോട്ട് ഏതാണ്? ബരാക്കുഡ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ വൈദ്യുത ബോട്ട് ബരാക്കുഡയാണ്. 2023 നിപ്പ വൈറസ് പനി റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ്? കോഴിക്കോട്. 2023 നിപ്പ വൈറസ് പനി റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല കോഴിക്കോടാണ്. ഇന്ത്യയിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രി ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രി. ഇന്ത്യയിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സേനയുടെ ഭീകരവിരുദ്ധ ഓപ്പറേഷന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സേന നടത്തിയ ഭീകരവിരുദ്ധ ഓപ്പറേഷന് നൽകിയ പേര് ഓപ്പറേഷൻ സർവശക്തി എന്നാണ്. ISRO ആരംഭിച്ച വെർച്വൽ സ്പേസ് മ്യൂസിയമാണ് സ്പാർക്ക്. ISRO ആരംഭിച്ച വെർച്വൽ സ്പേസ് മ്യൂസിയമാണ് സ്പാർക്ക്. 2023 നടന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഗോവ. 2023 നടന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഗോവയാണ്. ഈ ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മോഗയുമാണ്. ഏത് നവോത്ഥാന നായകൻ്റെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്? ചട്ടമ്പിസ്വാമികളുടെ. ചട്ടമ്പിസ്വാമികളുടെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്. 2 പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും ശക്തമായ സൗരക്കാറ്റ് വീശിയത് എന്നാണ്? 2024 മെയ് 10. 2 പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും ശക്തമായ സൗരക്കാറ്റ് വീശിയത് 2024 മെയ് 10 25ാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? റഫീഖ് അഹമ്മദിന്. 25ാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. 2024 ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നേടിയ മലയാള ചലച്ചിത്ര നടൻ ആരാണ്? ജഗതി ശ്രീകുമാർ. 2024 ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നേടിയ മലയാള ചലച്ചിത്ര നടൻ ജഗതി ശ്രീകുമാറാണ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി 29ാം തവണയും എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിലെത്തിയ വ്യക്തി ആരാണ്? കാമി ഋത ഷെർപ്പ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി 29ാം തവണയും എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിലെത്തിയ വ്യക്തി കാമി ഋത ഷെർപ്പയാണ്. 2024 ലോക മാതൃദിനം എന്നായിരുന്നു? മെയ് 12. 2024 ലോക മാതൃദിനമായി ആചരിച്ചത് മെയ് 12. അടുത്തിടെ അന്തരിച്ച ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ വ്യക്തി എന്ന നിലയിൽ വാർത്താ പ്രാധാന്യം നേടിയ വ്യക്തി ആരാണ്? റിക്
സ്ലേമാൻ. ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ വ്യക്തി എന്ന നിലയിൽ വാർത്താ പ്രാധാന്യം നേടിയ വ്യക്തിയായിരുന്നു റിക് സ്ലേമാൻ. ഇദ്ദേഹം അടുത്തിടെയാണ് അന്തരിച്ചത്. അംഗനവാടികൾ കാർബൺ വിമുക്തമാക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. അംഗനവാടികൾ കാർബൺ വിമുക്തമാക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ്. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അംഗനവാടികളിൽ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്മാർട്ട് ഡയറ്റ്. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അംഗനവാടികളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ്. 3 മുതൽ 6 വരെ വയസ്സുള്ള അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി ഏതാണ്? ആധാർശില. 3 മുതൽ 6 വരെ വയസ്സുള്ള അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആധാർശില. അംഗനവാടി കുട്ടികൾക്ക് മുട്ടയും പാലും നൽകുന്ന പദ്ധതിയാണ് പോഷകബാല്യം. അംഗനവാടി കുട്ടികൾക്ക് മുട്ടയും പാലും നൽകുന്ന പദ്ധതിയാണ് പോഷകബാല്യം. സംസ്ഥാനത്ത് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ കളക്ടറേറ്റ് ഏതാണ്? കോട്ടയം. രണ്ടാമത്തെ കളക്ടറേറ്റ് തിരുവനന്തപുരവുമാണ്. സംസ്ഥാനത്ത് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ കളക്ടറേറ്റ് കോട്ടയവും രണ്ടാമത്തെ കളക്ടറേറ്റ് തിരുവനന്തപുരവുമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ്? തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല തിരുവനന്തപുരമാണ്. 2024 ജനുവരി 13 അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ആരാണ്? പ്രഭ ആത്രേ. 2024 ജനുവരി 13 അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് പ്രഭ ആത്രേ. പ്രഭ ആത്രയുടെ ആത്മകഥയാണ് സംഗീതത്തിൻ്റെ പാതയിൽ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? KG ജ്യോതിർ ഘോഷ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് KG ജ്യോതിർ ഘോഷാണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ജീവചരിത്ര പുസ്തകമായ ഒരു സമര നൂറ്റാണ്ട് രചിച്ചത് ആരാണ്? KV സുധാകരൻ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ജീവചരിത്ര പുസ്തകമായ ഒരു സമര നൂറ്റാണ്ട് രചിച്ചത് KV സുധാകരനാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ്? KS അനിൽ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ KS അനിലാണ്. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ VP ജഗതിരാജ്. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജാണ്. ഭക്ഷ്യസുരക്ഷാ മികവിനുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ ഈറ്റ് റൈറ്റ് ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ ജയിൽ ഏതാണ്? കാക്കനാട് ജില്ലാ ജയിൽ. ഭക്ഷ്യസുരക്ഷാ മികവിനുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ ഈറ്റ് റൈറ്റ് ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ ജയിൽ കാക്കനാട് ജില്ലാ ജയിലാണ്. കേരളത്തിലെ ആദ്യ ഹരിത സബ് ജയിൽ ഏതാണ്? കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ. കേരളത്തിലെ ആദ്യ ഹരിത സബ് ജയിൽ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്ക് സൗജന്യമായി തുടർ പഠന സൗകര്യമൊരുക്കിയ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പദ്ധതി ഏതാണ്? സമന്വയ. കണ്ണൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്ക് സൗജന്യമായി തുടർ പഠന സൗകര്യമൊരുക്കിയ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പദ്ധതി സമന്വയയാണ്. ഏറ്റവും വേഗത്തിൽ 100 കോടി രൂപ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന റെക്കോർഡ് നേടിയത് ആടുജീവിതം എന്ന സിനിമയാണ്. ബെന്യാമിൻ സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന സിനിമയാണ് ഏറ്റവും വേഗത്തിൽ 100 കോടി രൂപ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന റെക്കോർഡ് നേടിയത്. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 200 കോടി കളക്ഷൻ നേടിയ ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ്. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 200 കോടി കളക്ഷൻ നേടിയ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തെ ആദ്യ സിനിമ ഏതാണ്? ദബാരി കുരുവി. ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തെ ആദ്യ സിനിമ ദബാരി കുരുവിയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് പ്രിയനന്ദനാണ്.
ഇന്ത്യയിൽ ആദ്യമായി ക്ഷേത്രോത്സവത്തിൽ റോബോട്ടിക് ആനയെ എഴുന്നള്ളിച്ച ക്ഷേത്രം ഏതാണ്? തൃശ്ശൂർ, കല്ലേറ്റിങ്കര, ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇന്ത്യയിൽ ആദ്യമായി ക്ഷേത്രോത്സവത്തിൽ റോബോട്ടിക് ആനയെ എഴുന്നള്ളിച്ച ക്ഷേത്രം തൃശ്ശൂർ, കല്ലേറ്റിങ്കര, ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ട് ഏതാണ്? വിഴിഞ്ഞം. ഇന്ത്യയിലെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ട് വിഴിഞ്ഞമാണ്. ഇന്ത്യയിലെ ആദ്യ മെഗാ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ഹബ്ബ് ഏതാണ്? വിഴിഞ്ഞം. ഇന്ത്യയിലെ ആദ്യ മെഗാ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ഹബ്ബ് വിഴിഞ്ഞമാണ്. 2023 സാഹിത്യ നോബൽ പുരസ്കാര ജേതാവായ നോർവീജിയൻ എഴുത്തുകാരൻ ആരാണ്? ജോൺ ഫോസെ. 2023 സാഹിത്യ നോബൽ പുരസ്കാര ജേതാവായ നോർവീജിയൻ എഴുത്തുകാരൻ ജോൺ ഫോസെയാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയതാരാണ്? ക്ലൗഡിയ ഗോൾഡിൻ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയത് ക്ലൗഡിയ ഗോൾഡിനാണ്. 2023 സമാധാന നോബൽ ജേതാവാരാണ്? ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗീസ് മുഹമ്മദി. 2023 സമാധാന നോബൽ ജേതാവ് ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗീസ് മുഹമ്മദിയാണ്. ഷുമാങ് ലീല ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. ഷുമാങ് ലീല ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിട്ടിക്സിൻ്റെ മികച്ച 10 ഇന്ത്യൻ ചിത്രങ്ങളിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? എലിപ്പത്തായം. സംവിധാനം അടൂർ ഗോപാലകൃഷ്ണൻ. ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിട്ടിക്സിൻ്റെ മികച്ച 10 ഇന്ത്യൻ ചിത്രങ്ങളിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം എലിപ്പത്തായം എന്ന സിനിമയാണ്. ഇത് സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2022 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? മിട്ടു. വാഴത്തണ്ടിൽ ഇരുന്ന് തുഴയുന്ന തത്തയാണ് മിട്ടു. മിട്ടുവാണ് 2022 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞ് നീങ്ങുന്ന കുട്ടിയാനയാണ്. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞ് നീങ്ങുന്ന കുട്ടിയാനയാണ്. 2023 ഏപ്രിലിൽ ഏത് ചിത്രകാരൻ്റെ 125ാം ജന്മദിനമാണ് ആഘോഷിച്ചത്? രാജാ രവിവർമ്മയുടെ. 2023 ഏപ്രിലിൽ രാജാ രവിവർമ്മയുടെ 125ാം ജന്മദിനമാണ് ആഘോഷിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയത്താണ്. 2022 കേരള കലാമണ്ഡലം ഫെലോഷിപ്പിന് അർഹരായവർ ആരൊക്കെയാണ്? മാടമ്പി സുബ്രഹ്മണ്യൻ, വേണുജി. 2022 കേരള കലാമണ്ഡലം ഫെലോഷിപ്പിന് അർഹരായവർ മാടമ്പി സുബ്രഹ്മണ്യനും വേണുജിയുമാണ്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ഗുൽസാർ, ജഗദ്ഗുരു രാംഭദ്രാചാര്യ. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഗുൽസാറും ജഗദ്ഗുരു രാംഭദ്രാചാര്യയുമാണ്. 2022 57ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാരാണ്? ദാമോദർ മൗസോ. 2022 57ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ദാമോദർ മൗസോയാണ്. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആരുടെ ആത്മകഥയാണ്? ടി.എൻ. ശേഷൻ. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ടി.എൻ. ശേഷൻ്റെ ആത്മകഥയാണ്. പോക്സോ കേസുകളിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. പോക്സോ കേസുകളിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. പോക്സോ നിയമത്തെക്കുറിച്ച് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രം ഏതാണ്? മാറ്റൊലി. പോക്സോ നിയമത്തെക്കുറിച്ച് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രമാണ് മാറ്റൊലി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത ജില്ല തിരുവനന്തപുരമാണ്. രാജാ രവിവർമ്മ ആർട്ട് ഗാലറി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. രാജാ രവിവർമ്മ ആർട്ട് ഗാലറി ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്ക് എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്?
മൂവാറ്റുപുഴയിൽ. കേരളത്തിലെ ആദ്യ സർക്കാർ ഇതര ക്യാമ്പസ് വ്യവസായ പാർക്ക് മൂവാറ്റുപുഴയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. ദേശീയ GST ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 1. ദേശീയ GST ദിനമായി ആചരിക്കുന്നത് ജൂലൈ 1-നാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിരം ലോക് അദാലത്ത് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിരം ലോക് അദാലത്ത് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. നിലവിലെ കേരള സംസ്ഥാന ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ്. നിലവിലെ കേരള സംസ്ഥാന ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. P. വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2021. P. വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം 2021 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് ആരാണ്? റഫീഖ് അഹമ്മദ്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദാണ്. 13ാമത് ICC പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണ്? ഇന്ത്യ. 13ാമത് ICC പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇന്ത്യയാണ്. ഇതിൽ കിരീടം നേടിയത് ഓസ്ട്രേലിയയുമാണ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ആദിത്യ L1 വിക്ഷേപിച്ച ദിവസം ഏതാണ്? 2023 സെപ്റ്റംബർ 2. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണ്? തൃശ്ശൂർ. 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തൃശ്ശൂരാണ്. സംസ്ഥാനത്തെ 2ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കോട്ടയം. കേരളത്തിലെ 2ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കോട്ടയമാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം ലഭിച്ച രാജ്യം ഏതാണ്? ചൈന. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം ലഭിച്ച രാജ്യം ചൈനയാണ്. നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? PT ഉഷ. നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയാണ്. കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? സുബ്രഹ്മണ്യം ജയശങ്കർ. കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കറാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രഥമ വനിതാ ഡയറക്ടറായി നിയമിതയായത് ആരാണ്? PS ശ്രീകല. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രഥമ വനിതാ ഡയറക്ടറായി നിയമിതയായത് PS ശ്രീകലയാണ്. 2022-23 സ്വരാജ് ട്രോഫി ലഭിച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. 2022-23 സ്വരാജ് ട്രോഫി ലഭിച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാനുള്ള പദ്ധതി ഏതാണ്? K-ലിഫ്റ്റ്. കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്ന പദ്ധതിയാണ് K-ലിഫ്റ്റ്. പഠനത്തിനോടൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? കർമാചാരി. പഠനത്തിനൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് കർമാചാരി. 2023 രജത ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏതാണ്? മുദ്ര. 2023 രജത ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുദ്രയാണ്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 2 എന്ന സംയുക്ത അഭ്യാസത്തിൻ്റെ വേദി എവിടെയാണ്? പഞ്ചാബ്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 2 എന്ന സംയുക്ത അഭ്യാസത്തിൻ്റെ വേദി പഞ്ചാബാണ്. 2024 ജനുവരിയിൽ പ്രകാശനം ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ്? കാനം രാജേന്ദ്രൻ. 2024 ജനുവരിയിൽ പ്രകാശനം ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കാനം രാജേന്ദ്രനാണ്. 4ാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരമാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളം ഏതാണ്? കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ്. 2024-25 കേരള ബജറ്റ് അവതരിപ്പിച്ച ആരാണ്?
KN ബാലഗോപാൽ. കേരളത്തിൻ്റെ ധനമന്ത്രിയായ KM ബാലഗോപാലാണ് 2024-25 കേരള ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വന്ന ജില്ല തൃശ്ശൂരാണ്. 2024 മെയ്യിൽ ഇറാനിലെ ചമ്പഹാർ തുറമുഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ച രാജ്യമേതാണ്? ഇന്ത്യ. 2024 മെയ്യിൽ ഇറാനിലെ ചമ്പഹാർ തുറമുഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഇന്ത്യയാണ്. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണ്? ആട്ടം. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന സിനിമയാണ്. 2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3ൻ്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത്? സൾഫർ. 2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3ൻ്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത്? സൾഫറിൻ്റെ. വാൻചുവ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അസം. വാൻചുവ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അസമാണ്. ഭാരതീയ ന്യായ സംഹിത ബിൽ 2023 പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത്ഷാ. ഭാരതീയ ന്യായ സംഹിത ബിൽ 2023 പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ്. 2023 സാഫ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാരാണ്? സുനിൽ ഛേത്രി. 2023 സാഫ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം സുനിൽ ഛേത്രിയാണ്. വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിച്ചത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിച്ചത് തൃശ്ശൂരിലാണ്. ബാഡ്മിൻ്റൺ വേൾഡ് ടൂർ റാങ്കിങ്ങിൽ 1ാം റാങ്ക് നേടിയ മലയാളി താരം ആരാണ്? HS പ്രണോയ്. ബാഡ്മിൻ്റൺ വേൾഡ് ടൂർ റാങ്കിങ്ങിൽ 1ാം റാങ്ക് നേടിയ മലയാളി താരം HS പ്രണോയിയാണ്. ആദ്യത്തെ മൗണ്ടൻ ബൈസിക്കിൾ വേൾഡ് കപ്പിന് വേദിയായ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ആദ്യത്തെ മൗണ്ടൻ ബൈസിക്കിൾ വേൾഡ് കപ്പിന് വേദിയായ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മിയാവാക്കി വനം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ഹൈദരാബാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മിയാവാക്കി വനം സ്ഥാപിച്ചിരിക്കുന്നത് ഹൈദരാബാദിലാണ്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയാണ് വനിതാ സംവരണ നിയമം? 106ാം ഭേദഗതി. ഭരണഘടനയുടെ 106ാം ഭേദഗതി വഴിയാണ് വനിതാ സംവരണ നിയമം നടപ്പിലാക്കിയത്. മൂൺ സ്നൈപ്പർ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ്? ജപ്പാൻ. മൂൺ സ്നൈപ്പർ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ്? ജപ്പാൻ്റെ. കേന്ദ്ര സർക്കാർ ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? തെലങ്കാന. കേന്ദ്ര സർക്കാർ ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തെലങ്കാനയാണ്. 28ാമത് IFFKയിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണ്? ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. 28ാമത് IFFKയിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയാണ്. 2024 വനിതാ പ്രീമിയർ ലീഗ് മുംബൈ ഇന്ത്യൻസ് ടീമിൽ കളിച്ച മലയാളി വനിത ആരാണ്? മിന്നു മണി. 2024 വനിതാ പ്രീമിയർ ലീഗ് മുംബൈ ഇന്ത്യൻസ് ടീമിൽ കളിച്ച മലയാളി വനിത മിന്നു മണിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൗ. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് ലക്നൌവിലാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.